be the fam, that's what they call me. Promise that you never be lonely. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കൊണ്ട് വീഡിയോ കംപ്രസ് ചെയ്യുകയും ചെയ്യുക, അതിലൂടെ നമുക്ക് സ്റ്റോറേജ് കുറയ്ക്കുകയും ചെയ്യാം. എന്തായാലും പുതിയ യൂട്യൂബേഴ്സിനെല്ലാം ഈ ആപ്പ് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നിങ്ങളെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള മെമ്മറി കാർഡിലുള്ള മൊത്തം വീഡിയോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലിപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ഏതിലാണോ ഏറ്റവും കൂടുതൽ GB MB എല്ലായിട്ട് സ്റ്റോറേജിൻ്റെ സ്പേസ് കൂടുന്നതോ അല്ലെങ്കിൽ അയക്കാൻ പറ്റാത്ത ഏത് വീഡിയോ ആണോ ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ചെറിയ കുറച്ച് MBൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ വേഗം കഴിയേണ്ടിയിട്ട് ഒരു 19 MBൻ്റെ ഒരു വീഡിയോ ആണ് കംപ്രസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ സ്മോൾ ഫയൽ എന്ന് ആദ്യം തന്നെ കാണുക. നേരത്തെ അപ്പോൾ നിങ്ങൾക്കത് കഴിയുന്നത്ര സ്മോൾ ആക്കാൻ പറ്റൂ. പിന്നെ ഈ ഇമെയിലെല്ലാം അയച്ചു കൊടുക്കണമെങ്കിൽ അത് 25 MBയിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇമെയിൽ ഫിറ്റാകുന്ന നേരത്തിൽ 25 MBൻ്റെ എല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം സ്മോൾ ഫയൽ ആക്കുന്നതാണ്. എന്നിട്ട് കംപ്രസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റിൻ്റെ അതേ ഭാഗത്തായിട്ട് കംപ്രസ് എന്ന അടുത്തായിട്ടൊരു ഓപ്ഷൻ വരും. ആ കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പാണ്ട ബലൂൺ ഊതുന്നതിൻ്റെ തരത്തിൽ ഒരു പേജ് നിങ്ങൾക്കവിടെ തുറന്നു തരും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ അവർ സ്ക്യൂസിങ് യുവർ ഫയൽ എന്നും പറഞ്ഞിട്ടൊരു ഇതും വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ശതമാനക്കണക്കിന് കൂടിക്കൂടി വരുന്നതാണ്. അങ്ങനെ 100% ആകുമ്പോൾ നിങ്ങളെ ഏത് ഫയലാണോ കംപ്രസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ആ ഫയൽ കംപ്രസ് ചെയ്തിട്ട് അതിനേക്കാൾ കുറഞ്ഞ MBയിലോ KBയിലോ ആക്കിയിട്ട് മാറ്റിത്തരും. അങ്ങനെ പോയി 100% ആകുമ്പോൾ അത് മുഴുവനായിട്ടും കംപ്രസ് ചെയ്ത് തീരുക. നേരത്തെ ഒരു പാണ്ട സ്മൈൽ ചെയ്യുന്നൊരു ഇതൊക്കെയാണ് നിങ്ങൾ കാണാൻ. പാണ്ട സ്മൈൽ ചെയ്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തത് നമുക്ക് തിരിയും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജാണ് വരിക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാം 1.50 MBൻ്റെ ഞാൻ ഒന്ന് കംപ്രസ് ചെയ്ത, നേരത്തെ കംപ്രസ് ചെയ്ത വേറെ ആയിരുന്നു. ഞാൻ ആ വീഡിയോ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ 1.50 MBൻ്റെ വീഡിയോ 1.0 MBൻ്റെ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ GBൻ്റെ MBൻ്റെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് MBയും KBയും ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കമ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കംപ്രസ് ചെയ്യാൻ കൊടുത്ത വീഡിയോയും കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കംപ്രസ് ചെയ്യാൻ ഞാൻ കൊടുത്ത വീഡിയോ ആണിത്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയാണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേറെ കംപ്രസിങ് ഇപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതിലൊരു ക്വാളിറ്റി കുറവോ ഒന്നുമില്ല. ഇത് നല്ലൊരു ആപ്പാണ് എങ്ങനെയായാലും കംപ്രസ് ചെയ്യാൻ. അപ്പോൾ ഇതിലൂടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജിലെ സ്പേസും കുറക്കാവും. മാത്രമല്ല വേറെ ഏതെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് വലിയ GBൻ്റെ MBൻ്റെ ഒക്കെ ആണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാനും കുറച്ച് പണിയാണ്. പിന്നെ യൂട്യൂബിലിടാനും അങ്ങനെയൊക്കെ കുറച്ച് പണിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓർക്കാവുന്ന പറ്റുന്നതാണ്. അതിൻ്റെ MB ഓർക്കുന്നതോടെ നിങ്ങൾക്ക് സ്റ്റോറേജിൻ്റെ സ്പേസും കുറക്കാം. അപ്പോൾ ഇത് നല്ല പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇരുന്ന നല്ല ആപ്പാണ്. ഇവിടെ താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ ഈ കമ്പയർ ചെയ്യാൻ എടുത്ത വീഡിയോയിൽ കംപ്രസ് ചെയ്ത വീഡിയോ നമുക്ക് എന്താ പറയുക, ആദ്യം കംപ്രസ് ചെയ്യാൻ കൊടുത്ത വീഡിയോ മാറ്റിയിട്ട് കംപ്രസ് ചെയ്ത വീഡിയോ നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് മാറ്റാൻ പറ്റും. കംപ്രസ് ചെയ്യാത്ത മറ്റേ ആദ്യത്തെ വീഡിയോ തനിയെ പോയിക്കോളും, അത് തനിയെ പോവുകയും ചെയ്യും. എന്നാലും ഇപ്പോൾ കംപ്രസ് ചെയ്തിട്ട് MB എല്ലാം കുറഞ്ഞ് കിട്ടിയ ആ ഒരു വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുകയും ചെയ്യും. റീപ്ലേസ് കൊടുത്തതിന് ശേഷം ഈ OK എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ പിന്നെ താഴെ കാണാം റീപ്ലേസ് ഇസ് ഡൺ എന്ന് പറഞ്ഞൊരു ഇത് കാണാം. അപ്പോൾ റീപ്ലേസ് ആയി കഴിഞ്ഞ്. അപ്പോൾ പിന്നെ അത് വേറെ അത്ര പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇതിലൂടെ ഈ സേവ് എന്നുള്ള ബട്ടൺ അവിടുത്തെ നിങ്ങൾക്ക് ഫോണിലേക്ക് സേവ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഷെയർ എന്നുള്ള ബട്ടൺ ഇതായി അവിടുത്തെ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ഏത് ആപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അതിലേക്കങ്ങ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്ര ഇതിൽ പ്രധാനപ്പെട്ടും പറയാനുള്ളത്. ഈ ആപ്പിൻ്റെ പേര് ജസ്റ്റ് പറയാൻ മറന്നുപോയി. അതിൻ്റെ പേര് വീഡിയോ കംപ്രസർ പാണ്ട അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പാണ്ട കംപ്രസറിന് പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചാൽ മതി. എന്നിട്ട് അത് എന്തായാലും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു പാണ്ട യൂട്യൂബിൻ്റെ ചിഹ്നമുള്ളൊരു സംഭവം പിടിച്ച് നിൽക്കുന്ന ഒരു പേജായിരിക്കും നിങ്ങൾ തുറന്നു വരിക. അതാണ് സംഭവം. ആ ആപ്പാണ് ഞാനിപ്പോൾ കംപ്രസ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിന് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് കാണാൻ ശ്രമിക്കുക.